പേടിയില്ല. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറേ അങ്ങോട്ട് പോകുന്നത് കണ്ട അന്ന് 10 ദിവസം നന്നായിട്ട് കറുത്തൂടെ. അപ്പോൾ നേരത്തെ തണ്ണിമത്തം കഴിച്ച് കഴിയുന്നപ്പോൾ എന്താ പറയുക, എൻ്റെ കയ്യിൽ ആകെ എത്ര 56 രൂപ എൻ്റെ അക്കൗണ്ടിലും 10 രൂപ കയ്യിലുണ്ടാകുന്നുള്ളൂ. അപ്പോൾ അവിടെ 2 പ്ലേറ്റ് 3 പ്ലേറ്റ് കഴിച്ച് തണ്ണിമത്തൻ. ഇനി വേറെ ഭക്ഷണം കഴിക്കാൻ പൈസ ഒന്നുമില്ല. അപ്പോൾ തണ്ണിമത്തം കഴിച്ചിട്ട് വയറൊക്കെ വെച്ചു. ഒരു പ്ലേറ്റ് അവൾക്കും കൊടുത്ത് 2 പ്ലേറ്റ് ഞാനും കഴിച്ചു. അത് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വെയിലായിരുന്നു, പെട്ടുപോയി. എൻ്റെ അമ്മോ, വെയിലിന് കണ്ണു മൂക്കും കാണാനില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ദൈവദൂതം വന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഒരു കർണാടകയിലൊരു മലയാളി ഫാമിലിനുണ്ടോ, അവർ ഇന്നത്തെ ഫുഡിന് പൈസ ഒന്ന് സ്പോൺസർ ചെയ്ത് തരണം. ആ പൈസയും പിടിച്ച് പറഞ്ഞ വഴിക്ക് ഞാൻ ഒരു ഹോട്ടലിൽ കയറി റേറ്റ് വെച്ചപ്പോൾ അവിടെ ഒരു ചോറിന് 300 രൂപ പറഞ്ഞത്. അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ പോകുന്ന അവസാനം ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കിട്ടി. ഇവിടെ വന്നപ്പോൾ ചോറ്, തൈര്, പരിപ്പ് കറി, സവോള, വലിയ എമൗണ്ട് ഒന്നുമില്ല, 150 രൂപ ഉള്ളത്. ഇതിന് 150 രൂപ എന്ന് പറയുമ്പോൾ ആലോചിക്കാൻ. അപ്പോൾ എന്തായാലും ഭക്ഷണം വെച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചതിലും അതും ചിക്കൻ കഴിക്കാം. ചിക്കനും മീനും വല്ലതും കഴിച്ചാൽ മതിയായിരുന്നു. 2 ലിറ്റർ വെള്ളവും അതുപോലെ തന്നെ ചോറിന് വെച്ചാൽ ഒരു പാത്രം ചോറും പിന്നെ എക്സ്ട്രാ ഒരു പാത്രം ചോറ് മേടിച്ചു, ബെല്ലക്കൂടി മേടിച്ചു. അതും പിന്നെ ഒരു പാത്രം പരിപ്പറി, ഒരു പാത്രം തൈര്, എല്ലാം കൂടിയിട്ട് 240 രൂപ. നമ്മൾ യാത്രക്കാരായ വേണ്ടി ഡിസ്കൗണ്ട് 200 രൂപയ്ക്ക് റൗണ്ട് ചെയ്തു. എൻ്റെ പൊന്നോ, നമുക്കിവിടെ ഒന്നും കഴിക്കാൻ പറ്റില്ല ഈ പോണ വഴിയിലൊന്നും. എല്ലാം ഗംഭീര റേറ്റാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം ഇവർക്ക് 2 ഹോട്ടലുണ്ട്. ഇപ്പുറത്ത് കാണുന്നത് നോൺ വെജും ഇപ്പുറത്ത് വെജും ആണുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് കീശ് കീറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പവർ ബാങ്ക് ചാർജിൽ കുത്തിയിട്ടേക്കാണ്. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്കൊന്ന് യാത്ര വീണ്ടും തുടങ്ങാം. അല്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പോൾ ഇന്ന് എന്തായാലും 30-35 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇനി ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ നമുക്കൊന്ന് പോയി നോക്കാം. പറഞ്ഞാണ്ടില്ലേ, ചിലർ വിചാരിക്കും ഞാനത് കരിവാരി തേച്ചേക്കുന്നത്. കരിവാരി തേച്ചൊന്നും ഇല്ല, നാച്ചുറലാണ്, നാച്ചുറൽ കളറാണ്. ഒറിജിനൽ കളർ ഉള്ളിലുണ്ട് കേട്ടോ. ഉള്ളും കരിഞ്ഞു തുടങ്ങി ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ മൂക്കനത്ത് ഇപ്പോൾ സൂര്യാഘാതം ഒരു മാർക്കൊക്കെ കണ്ട. അയ്യയ്യേ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ വിശേഷമൊക്കെ പറയാം. പിന്നെ വേറെ സംഭവം ഉണ്ട്, കാണിച്ചു തരാം. ഫോണിലേക്ക് കാണിച്ചു തരാം. ഭക്ഷണം കഴിച്ചിറങ്ങി വരുന്ന വഴിക്ക് സംഭവം കണ്ടിട്ട് എന്നിട്ട് എന്തോ ഒരു വലിയ മിഷ്യൻ്റെ ഒരു പാർട്സാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിൽ വണ്ടിയുടെ പാർട്സൊന്നും ആയിരിക്കില്ല. ഓ, എന്നിട്ട് വലുത് സംഭവം. ഇനി എന്തെല്ലാം കാണാൻ കിടക്കണം. നമുക്ക് വെയിലത്തന്നെ മുന്നോട്ട് പോവാം.